بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഉസൂലു സലാസ എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ 13ാമത്തെ ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാഫിആയ ഇൽമിൻ്റെ സദസ്സായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ച അൽ അസ്ലുൽ അവ്വൽ വൽ അസ്ലു സാനി, അള്ളാഹുവിനെ കുറിച്ച് അറിയുക. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് അറിയലാകുന്നു ഒന്നാമത്തെ അസ്ല്. അൽ അസ്ലു സാനി മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ദീനിനെ കുറിച്ച് അറിയുക. അതായിരുന്നു രണ്ടാമത്തെ അസ്ല്. ഇനി നാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത് അൽ അസ്ലു സാലിസാണ്. അതായത് ഒരു മനുഷ്യൻ എൻ്റെ പ്രവാചകനെക്കുറിച്ച് അറിയുക. അതാകുന്നു അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അൽ അസ്ലു സാനി, അതിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന്. അതായത് ഒരു മനുഷ്യൻ ദീനിനെ കുറിച്ച് പഠിക്കുക, തെളിവ് സഹിതം. ദീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാം ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ദീന്, മതം ഇസ്ലാമാകുന്നു. ആ ദീനിന് 3 മർത്തബകൾ ഉണ്ട് എന്ന് നാം പഠിച്ചു. 3 ഘട്ടങ്ങൾ. 1 അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. അൽ ഇഹ്സാനിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. ഇഹ്സാനിന് 2 മർത്തബകൾ ഉണ്ടെന്നും പഠിച്ചു. 2 മഖാമുകൾ. ഏറ്റവും ഉന്നതമായ മർത്തബയാണിത്. അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. ഇത് ശക്തിയുള്ള, ബലമുള്ള ഈമാനിൻ്റെ ആൾക്കാർക്ക് മാത്രമേ ഇത് സാധിക്കൂ. രണ്ടാമത്തെ മർത്തബ എന്താണ്? ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ കണ്ടിട്ടില്ലെങ്കിൽ ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവിനെ ആരാധിക്കുക. ഇതിനാണ് മർത്തബത്തുൽ മുറാഖബ എന്ന് പറയുക. അള്ളാഹു തന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട് എന്ന ആ വിശ്വാസത്തോടെ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക. ഈ അൽ ഇഹ്സാൻ
മഖാമാണ് ഈമാനിനേക്കാൾ ഉന്നതമായ മഖാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഈ 3 മർത്തബകൾ അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ, ഇതിനുള്ള തെളിവും ഷെയ്ഖ് ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചു. ഇനി ഈ 3നും സുന്നത്തിൽ നിന്ന്, ഹദീസിൽ നിന്ന് ഷെയ്ഖ് ഉദ്ധരിക്കുന്ന തെളിവാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? അതാണ് ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ആ ചോദ്യം, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, എന്താണ് അലാമാത്തുസ്സാഅ, അഥവാ എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ദീർഘമായ ഹദീസാകുന്നു ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. ആ ഹദീസ് നമുക്ക് പൂർണ്ണമായും അതിന് നേർക്കുനേരെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിക്കാം. ഖാല ഷെയ്ഖ് ഉദ്ധരിക്കുകയാണ്, വദ്ദലീലു മിനസ്സുന്ന, അതായത് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഇഹ്സാനും എല്ലാം പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് പറഞ്ഞു, വദ്ദലീലു മിനസ്സുന്ന, അതായത് ഹദീസിൽ നിന്നുള്ള തെളിവ് എന്താകുന്നു? ഹദീസു ജിബ്രീൽ അൽ മഷ്ഹൂർ, പ്രസിദ്ധമായ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് ചേർക്കപ്പെട്ട ആ ഹദീസ് എന്താണ്? അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞങ്ങളെല്ലാവരും നബിൻ്റെ അടുക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇദ് തലഅ അലൈനാ റജുലുൻ, ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ശദീദു ബയാദ് സിയാബ്, അതായത് നല്ല വെളുത്ത വസ്ത്രം ധരിച്ച, ശദീദു സവാദി ശഅർ, അല്ല കറുത്ത നിറമുള്ള വസ്ത്രം അല്ലെങ്കിൽ മുടിയുള്ള വെളുത്ത നിറമുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ കടന്നു വന്നു. ലാ യുറാ അലൈഹി അസറു സഫർ, അതായത് യാത്രയുടെ അടയാളം അയാളിൽ കാണുന്നില്ല. വലാ യഅരിഫുഹു മിന്ന അഹദ്, ഞങ്ങളിൽ ആർക്കും അയാളെക്കുറിച്ച് പരിചയമില്ല, അറിയുകയില്ല. ഫജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ നബിയുടെ അരികിലേക്ക് ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അതായത് അയാളുടെ 2 മുട്ടുകളും നബിയുടെ 2 മുട്ടുകളിലേക്ക് ചേർത്ത് വെച്ചു. വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, അയാളുടെ 2 കൈകളും തുടയുടെ മേലെ വെച്ചു, ഇരുന്നു കൊണ്ട് വെച്ചു. വഖാല യാ മുഹമ്മദ്, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് നീ പറഞ്ഞുതാ. فقال أن تشهد أن لا إله إلا الله وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. നമുക്കറിയാവുന്ന ഇസ്ലാം കാര്യങ്ങൾ, ഷഹാദത്ത് ചൊല്ലുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റമദാൻ മാസം നോമ്പെടുക്കുക, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഖാല സദഖ്ത, അപ്പോൾ അയാൾ പറഞ്ഞു, ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറഞ്ഞു, സദഖ്ത, താങ്കൾ സത്യമാണ് പറഞ്ഞത്. ഫഅജബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖുഹു, ആരാണ് ഹദീസിൻ്റെ റാവി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅജബ്നാ ലഹു, ഞങ്ങൾക്ക് അയാളുടെ കാര്യത്തിൽ അതിശയം തോന്നി. എന്താണ് അതിശയം? യസ്അലുഹു വയുസദ്ദിഖുഹു, നബിയോട് ചോദ്യം ചോദിക്കുന്നു, എന്നിട്ട് സത്യപ്പെടുത്തുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നേരുള്ള അർത്ഥം വായിക്കുകയാണ്. ഖാല അഖ്ബിർനി അനിൽ ഈമാൻ, ഇതിന് ശേഷം പറഞ്ഞു, ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞതാ. ഖാല അൻ തുഅ്മിന ബില്ലാഹി, അല്ലാഹു വിശ്വസിക്കുക, വമലായികതിഹി, മലക്കുകളിൽ, വകുതുബിഹി, ഗ്രന്ഥങ്ങളിൽ, വറുസുലിഹി, ദൂതന്മാരിൽ, വൽയൗമിൽ ആഖിർ, അന്ത്യനാളിൽ, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും വിധിയിൽ വിശ്വസിക്കുക. ഈ 6 ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഖാല സദഖ്ത, വീണ്ടും പറഞ്ഞു, താങ്കൾ സത്യമാണ് പറഞ്ഞത്. ഖാല അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ കുറിച്ച് എനിക്ക് നീ പറഞ്ഞതാ.
ഖാല അൻ തഅ്ബുദ അല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഖാല അഖ്ബിർനി അനിസ്സാഅ, അതിനുശേഷം പറഞ്ഞു അഖ്ബിർനി അനിസ്സാഅ, ഖിയാമത്ത് നാളിനെ കുറിച്ച് നീ എനിക്ക് പറഞ്ഞുതാ. ഖാല മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, അതായത് ചോദിക്കപ്പെട്ട ആൾ ചോദ്യകർത്താവിനേക്കാൾ അതിനെക്കുറിച്ച് അറിയുന്നവനല്ല. ആരാണ് ചോദിക്കപ്പെട്ട ആൾ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ചോദിച്ച ആൾ? ചോദ്യകർത്താവ് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെക്കുറിച്ച് ജിബ്രീലിനേക്കാൾ അറിവുള്ളവനല്ല ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖാല ഫഅഖ്ബിർനി അൻ അമറാത്തിഹ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് നീ പറഞ്ഞതാണ്, താങ്കൾ പറഞ്ഞതാണ്. ഖാല അൻ തലിദൽ അമതു റബ്ബതഹ, അടയാളങ്ങളെക്കുറിച്ച് പറയാണ്. അൻ തലിദൽ അമതു റബ്ബതഹ, അതായത് ഒരു അടിമ സ്ത്രീ അവളുടെ യജമാനെ പ്രസവിക്കുന്നു. വ അൻ തറൽ ഹുഫാതൽ ഉറാതൽ ആല, മാത്രമല്ല ചെരുപ്പില്ലാത്ത നഗ്നരായ ദരിദ്രരായ ഒരു വിഭാഗം, റിആ അശ്ശാഇ, ആട് മേയ്ക്കുന്ന വിഭാഗം, യതതാവലൂന ഫിൽ ബുനിയാൻ, കെട്ടിടങ്ങൾ, ഉയർന്ന കെട്ടിടങ്ങൾ പൊക്കിക്കൊണ്ട് അവർ മത്സരിക്കുന്നു, പൊങ്ങച്ചം കാണിക്കുന്നു. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖാല ഫമദ, അങ്ങനെ ആ ചോദ്യകർത്താവ് പിന്നീട് അവിടുന്ന് സ്ഥലം വിട്ടു. ഫലബിസ്ന മലിയൻ, അങ്ങനെ കുറേ സമയം ഞങ്ങൾ തങ്ങി. ഇതാരാ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. ഫഖാല യാ ഉമർ, ഇതിന് ശേഷം നബി വസല്ലം പറഞ്ഞു, ഉമറെ അതദ്റൂന മനിസ്സായിൻ, ചോദ്യകർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആരാണ് നിങ്ങളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്? ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആളെക്കുറിച്ച് അറിയുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലാഹും റസൂലുമാണ് കൂടുതൽ അറിയുന്നവർ. ഖാല ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാകുന്നു. അതാക്കും യുഅല്ലിമുക്കും അംറ ദീനിക്കും, നിങ്ങളുടെ ദീൻ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ദീർഘമായ ആ ഹദീസാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒന്നാമതായി ഹദീസു ജിബ്രീൽ എന്ന പേരിലാണ് ഈ ഹദീസ് അറിയപ്പെടുന്നത്. ഹദീസു ജിബ്രീൽ, നമ്മുടെ ഷെയ്ഖ് എന്താ പറഞ്ഞത്? വദ്ദലീലു മിനസ്സുന്ന ഹദീസു ജിബ്രീൽ അൽ മഷ്ഹൂർ, ഹദീസു ജിബ്രീൽ അൽ മഷ്ഹൂർ, അറിയപ്പെട്ട ജിബ്രീലിൻ്റെ ഹദീസ്. എന്താ കാരണം? മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ ഹദീസിൻ്റെ കഥാപാത്രം ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ടാണ് ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മലക്കുകളിൽ ഒരു മലക്കാണ്, മലക്കുകളുടെ നേതാവാണ്, ജൂതന്മാരുടെ ശത്രുവായ മലക്കാണ്, ജൂതന്മാരുടെ ശത്രുവായ മലക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പല ചോദ്യങ്ങളും പ്രവാചകനാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നബിയോട് ചോദിച്ചു. അങ്ങനെ ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഹാദാ അദുഉൽ യഹൂദി മിനൽ മലായിക, ഇത് മലക്കുകളിൽ പെട്ട ജൂതന്മാരുടെ ശത്രുവാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അതിൻ്റെ കാരണവും വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ഇമാം മുസ്നദുൽ ഇമാമി അഹ്മദിൽ പറയുന്നുണ്ട്, ജിബ്രീലു ദാക അല്ലദീ യൻസിലു ബിൽ ഹർബി വൽ ഖിതാലി വൽ അദാബി അദുവുനാ, അതായത് ശിക്ഷ കൊണ്ടും അതേപോലെ യുദ്ധത്തിലൊക്കെ ഇറങ്ങി ഞങ്ങളുടെ ശത്രുവാണ് ആര്? ജിബ്രീൽ എന്ന് ജൂതന്മാർ പറയുകയുണ്ടായി. അപ്പോൾ ജൂതന്മാർക്ക് പലപ്പോഴും അള്ളാഹു ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ യുദ്ധത്തിലൊക്കെ വിശ്വാസികളെ സഹായിക്കുന്ന മലക്കാരാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ശത്രുവായത്. പണ്ഡിതന്മാർ വേറെ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രവാചകത്വം, അതായത് ജൂതന്മാരുടെ അജ്ഞത കാരണം അവരുടെ വിശ്വാസം എന്തായിരുന്നു? ഇതൊരു പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാരണമാണ്.
അതിലേറ്റവും പ്രബലമായ കാരണമാണ് ഈ മുസ്നദ് ഇമാം അഹ്മദിൽ വന്ന ഈ കാരണം. അതായത് പ്രവാചകത്വം ഇസ്രായേലിയർക്ക് നൽകുന്നതിന് പകരം അറബികൾക്ക് നൽകി. അങ്ങനെ അറബികളിൽപ്പെട്ട ഒരു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രവാചകനാക്കി. ആ പ്രവാചകത്വം ഞങ്ങൾക്കാണ് അർഹത എന്ന ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ജിബ്രീലിനോടാണ് അവർക്ക് ശത്രുത. അങ്ങനെ വേറെ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. ജിബ്രീൽ അലൈഹിസ്സലാമിന് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ 600 ചിറകുകൾ ഉണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരിയിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്താണ് ജിബ്രീൽ? പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പദങ്ങളാണ് ജിബ്രീൽ, ഇസ്രാഫീൽ, മീകായിൽ. സഹീഹുൽ ബുഖാരിയിൽ ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇക്രിമ സലഫുകളിൽ അറിയപ്പെട്ട തഫ്സീർ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നുണ്ട്, വഖാല ഇക്രിമത്ത് പറഞ്ഞു, ജബ്റുൻ വമീക വസറാഫ് അബ്ദുൻ. ജബ്ർ, മീക്ക്, സറാഫ്, ഈ 3 വാക്കുകളുടെയും അർത്ഥം എന്താണ്? അബ്ദ് എന്നാണ്, അഥവാ അടിമ എന്നാണ്. വഈൽ അല്ലാഹ്, ഈലിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ആണ്. അപ്പോൾ ജിബ്രീൽ, ഇസ്രാഫീൽ, മീകായിൽ, ഈ 3 പദങ്ങളുടെ അർത്ഥം എന്താണ്? ദൈവദാസൻ. അബ്ദുല്ലാഹ് എന്ന അറബിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ, പല രൂപത്തിൽ നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഹിബ്രു ഭാഷയിലുള്ള പദങ്ങളാണത്ര ഈ പദങ്ങൾ. അറബിയിലേക്ക് വന്നപ്പോൾ ജിബ്രായിൽ അല്ലെങ്കിൽ ജിബ്രീൽ, പല ഖിറാഅത്തുകളും ഈ പദം ഉച്ചരിക്കുമ്പോൾ ഉണ്ട്. 4 ഖിറാഅത്തുകളുണ്ട്. ജിബ്രീൽ നമ്മുടെ ഖിറാഅത്താണ്. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം നമ്മൾ എന്താ വായിക്കാറുള്ളത്? ഖുൽ മൻ കാന അദുവൻ ലി ജിബ്രീൽ എന്ന ആയത്ത്. അവിടെ ലി ജിബ്രീൽ നമ്മുടെ ഖിറാഅത്ത്, ലി ജബ്രീൽ ഇമാം ഇബ്നു കസീറിൻ്റെ ഖിറാഅത്താണ് ജബ്രീൽ. പലപ്പോഴും ക്രിസ്ത്യാനികൾ ഗബ്രീൽ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്, ജബ്രീൽ. അതേപോലെ ജബ്രയിൽ, ജബ്രായിൽ, അങ്ങനെ 4 ഖിറാഅത്തുകൾ ഈ വാക്കിനുണ്ട്. അതേപോലെ തന്നെ മീകായിലും 3 ഖിറാഅത്തുകളുണ്ട്. മീകാൽ ആണ് നമ്മൾ ഇമാം നാഫിഇൻ്റെയും ഇമാം ഹഫ്സിൻ്റെയും ഖിറാഅത്ത് പ്രകാരം, ഇമാം അബൂ അംറുൽ ബസ്രിയുടെയും ഹഫ്സിൻ്റെയും ഖിറാഅത്ത് പ്രകാരം എന്താണ്? മീകാൽ. മീകായിൽ ഇമാം നാഫിൻ്റെ ഖിറാഅത്ത് പ്രകാരം, മീകായിൽ ബഹുഭൂരിഭാഗം ഖുർആകളുടെയും ഖിറാഅത്ത് പ്രകാരം. ഇതൊക്കെ ശരിക്ക് സ്ഥിരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്ഥിരപ്പെട്ട ഖിറാഅത്തുകളാണ്. അതിൻ്റെ അർത്ഥമാണ് നാം വിശദീകരിച്ചത്. എന്താണ്? അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഹദീസ് വളരെ മഹത്തായ ഹദീസാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനം എന്ന് പറഞ്ഞ വിശാലമായൊരു മേഖലയാണ് സുന്ന എന്ന് പറയുന്നത്. ഈ ഹദീസുകളിൽ ഏറ്റവും മഹത്തായ ഹദീസുകളിൽ പെട്ട ഒരു ഹദീസാണ് ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ കാരണം? നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇഹ്സാൻ എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ദീർഘമായൊരു ഹദീസാണ് ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും നമ്മൾ പല ഹദീസുകളും വായിക്കാറുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഉസൂലുദ്ദീനുമായി ബന്ധപ്പെട്ട ഹദീസുകൾക്കാണ് നാം കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇമാം നവവി റഹ്മഹുല്ലാഹ് 40 ഹദീസുകൾ എഴുതിയപ്പോൾ തിരഞ്ഞെടുത്തൊരു ഹദീസാണ് ഏത്? ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. 40 ഹദീസുകളിൽ ഒരു ഹദീസാണ് ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം. ഇമാം ഇബ്നു റജബ് ഹംബലി ജാമിഉൽ ഉലൂം വൽ ഹികമിൽ പറയുന്നു, വഹുവ ഹദീസുൻ അദീമുൻ ജിദ്ദൻ, അതിമഹത്തായ ഹദീസാകുന്നു അത്. യശ്തമിലു അലാ ശർഹി ദീനി കുല്ലി, ദീനിൻ്റെ എല്ലാ വിശദാംശങ്ങളും അതിലുണ്ട് എന്ന്. ഏത്? ഈ ഹദീസു ജിബ്രീൽ ഉണ്ട്. നമുക്ക് ഹദീസിൻ്റെ പദങ്ങളിലേക്ക് കടക്കാം. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു قال بينما نحن جلوس عند النبي صلى الله عليه وسلم إذ طلع علينا رجل شديد بياض الثياب, നല്ല വെള്ള വസ്ത്രം ആണ് ധരിച്ചുകൊണ്ട് നല്ല കറുത്ത മുടിയുള്ള ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു, കടന്നു വന്നു. ലാ യുറാ അലൈഹി അഥറു സഫർ, യാത്രയുടെ അടയാളമൊന്നും കാണുന്നില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദ്, ഞങ്ങളിൽ ആർക്കും അയാളെക്കുറിച്ച് അറിയുകയില്ല. ഇവിടെ നാം മനസ്സിലാക്കിയ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസല്ല ആ റിപ്പോർട്ട് ചെയ്തത്,
ഇമാം ബുഖാരി. മനസ്സിലാക്കണം, ഈ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉദ്ധരിച്ച, അതേപോലെ ഇമാം നവവി ഉദ്ധരിച്ച ഹദീസ് അവരുടെ ഹദീസാകുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാകുന്നു ആരുദ്ധരിച്ചത്? ഇമാം നവവി, അതേപോലെ തന്നെ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ്. എന്തുകൊണ്ട്? ഈ ഹദീസിൻ്റെ ഏറ്റവും പൂർണ്ണ ഭാഗം ഉമറിൽ നിന്ന് വന്ന ഉദ്ധരിക്കപ്പെട്ട റിവായത്താകുന്നു. മനസ്സിലായില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട റിവായത്തിന് പല വാക്കുകളിൽ വ്യത്യാസവും അതേപോലെ പല കാര്യങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു നമ്മൾ കുട്ടികളടക്കം പഠിപ്പിക്കാറുണ്ട്, അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല വ്യത്യാസങ്ങളും, ഒരു വ്യത്യാസം നാം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഹദീസിൽ അൽ ഈമാനു, ഈമാൻ എന്താകുന്നു? അൻ തുഅ്മിന ബില്ലാഹി, അള്ളാഹു വിശ്വസിക്കുക, വ മലായികതി, മലക്കുകളിൽ, വ ബിലിഖാഇഹി, അള്ളാഹുമായി കണ്ടുമുട്ടും എന്ന വിചാരണ ദിവസത്തെക്കുറിച്ച് വിശ്വസിക്കുക, വ തുഅ്മിന ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിശ്വസിക്കുക, അതായത് ബഅസിൽ വിശ്വസിക്കുക. അത്ര പറഞ്ഞ് നിർത്തി. അതിലെന്തില്ല? ഖദറിലുള്ള വിശ്വാസം പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കുത്തുബിനെ കുറിച്ച്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. പൂർണ്ണമായ ഹദീസിൻ്റെ ലഫ്ദ് ഏതിലാണ്? ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലാണ്. അതാണ് പല പണ്ഡിതന്മാരും സാധാരണ ഉദ്ധരിക്കാറുള്ളത്. ഇവിടെ നോക്കൂ നിങ്ങൾ, യാത്രയുടെ അടയാളം കാണുന്നില്ല, നമ്മിൽ ആർക്കും അയാളെ പരിചയമില്ല. എന്താകുന്നു? ഇത് ഒരു സഹാബത്തുകൾ അതിശയം തോന്നിയ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരാൾ, അപരിചിതനായ ഒരു മനുഷ്യൻ എന്തായിരിക്കണം? സ്വാഭാവികമായും വേറെ നാട്ടിൽ നിന്ന് വന്ന ആളായിരിക്കും. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ആധുനിക കാലഘട്ടം പോലെയല്ലല്ലോ. ഇപ്പോൾ യാത്രക്കാരനല്ലേ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ വേറെ നാട്ടിലെത്തുമ്പോൾ അയാൾക്ക് ഒരു പക്ഷേ അയാളെ വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ടാവില്ല, അയാൾക്ക് യാത്രാക്ഷീണം അയാളിൽ കാണുകയില്ല. മുമ്പ് അങ്ങനെയല്ല, അഷ്അസ് അഖ്ബറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയുടെ അടയാളങ്ങളൊന്നും കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആ സഹാബത്തുകൾക്ക് അതിശയം തോന്നിയത്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു റജുലിൻ്റെ രൂപത്തിലാണ്, പുരുഷൻ്റെ രൂപത്തിലാണ് കടന്നു വന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? മലക്കുകൾക്ക് മനുഷ്യന്മാരുടെ രൂപം പ്രാപിക്കാൻ സാധിക്കും. അതിനുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഖുർആനിൽ തെളിവുണ്ടോ? തെളിവുണ്ട്. നമുക്കറിയാം, ഈസാ നബി അലൈഹിസ്സലാം ആ സന്താനം പിറക്കാനുള്ള കാരണം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്കിനെ നിയോഗിച്ചുകൊണ്ട് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആരുടെ മുമ്പാകെ? മറിയം ബീവിയുടെ. ആ കാര്യം അല്ലാഹു പറയുന്നുണ്ട്, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ. അതായത് മറിയം അലൈഹിസ്സലാം ഇസ്രായേലിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു മറഞ്ഞുകൊണ്ട് ദൂരത്ത് പോയി. എന്താണ്? മക്കാനൻ ഷർഖി എന്ന ഖുർആൻ പറഞ്ഞത്. അതായത് ബൈത്തുൽ മഖ്ദിസിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് പോയി ജനങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ട്. ഫഅർസൽന ഇലൈഹ റൂഹന, അള്ളാഹു പറയാണ്, അങ്ങനെ നാം നമ്മുടെ റൂഹായ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ എന്ന മലക്കിനെ നിയോഗിച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, അങ്ങനെ മറിയം ബീവിയുടെ മുമ്പാകെ പൂർണ്ണ മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെയാണ് മറിയം ബീവിക്ക് ഭയം തോന്നിക്കൊണ്ട് പറഞ്ഞത്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. അതായത് താങ്കൾ തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഞാൻ അള്ളാഹുവിൽ നിന്നിൽ നിന്ന് ശരണം തേടുന്നു, അഭയം തേടുന്നു, നിൻ്റെ ഷർറിൽ നിന്ന്. അപ്പോൾ ആ ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് പറഞ്ഞു, ഇന്നമാ റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ, ശുദ്ധനായ ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ നിനക്ക് നൽകുവാൻ വേണ്ടിയാണ് ഞാൻ അള്ളാഹുവിങ്കിൽ നിന്ന് നിയുക്തനായ ഒരു ദൂതനാകുന്നു.
ലിഅഹബലക്കി, വേറെ ഖിറാഅത്തിൽ ലിയഹബലക്കി, അള്ളാഹു നിനക്ക് സന്താനം നൽകുവാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ എന്താണ് തെളിയിക്കുന്നത്? മനുഷ്യരൂപത്തിൽ മലക്കുകൾക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുപോലെ. ഇവിടെ ഷദീദു സവാദി അശ്ശഅർ, അതേപോലെ അതിന് മുമ്പ് എന്താണ്? ഷദീദു ബയാദു സിയാബ്, നല്ല കഠിനമായ വെളുത്ത നിറമുള്ള വസ്ത്രം. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം? ഇത് ശരിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദീന് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും മർമ്മപ്രധാനം എന്താകുന്നു? ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അദബുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു, ഒരു അധ്യാപകൻ്റെ മുന്നിൽ ശിഷ്യന്മാർ ഇരിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളും ഈ ഹദീസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് താലിബുൽ ഇൽമ് നല്ല വൃത്തിയിലും വെടുപ്പിലും വരണമെന്നാണ്. നോക്കൂ, ഷദീദു ബയാദിഫിയ, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച, അഥവാ മുഷിഞ്ഞ വസ്ത്രമല്ലാത്ത വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വന്ന ആ മലക്ക്. ഇതൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ ശർഹിൽ പറഞ്ഞൊരു കാര്യമാണ്. അതേപോലെ വെള്ള വസ്ത്രത്തിൻ്റെ മാഹാത്മ്യവും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നബി വസല്ലം പ്രേരിപ്പിച്ചൊരു കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കണം വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ അടിസ്ഥാന ഖാഇദ എന്താണ്? സുനനുൽ ആദാത്തിലാണ് ഇത് പെടുന്നത്. അതായത് സുനന് നബി വസല്ലമിലേക്ക് ചേർക്കപ്പെടുന്ന സുന്നത്തുകൾ രണ്ട് നിലക്ക് പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? സുനനുൽ ആദാത്ത്, രണ്ട് സുനനുൽ ഇബാദാത്ത്. അതായത് ഒരു നാടിൻ്റെ ചര്യ എന്ന നിലക്ക്, അഥവാ നാട്ടുനടപ്പ് എന്ന നിലക്ക്, ജനങ്ങളുടെ സമ്പ്രദായം എന്ന നിലക്ക് ഒരു കാര്യം ചെയ്യുന്നതും അത് ഇസ്ലാമികമായിട്ട് പുണ്യം കിട്ടുന്ന ഒരു സുന്നത്ത് നിലക്ക് ഇബാദത്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന രണ്ടായി പണ്ഡിതന്മാർ വേർതിരിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഇപ്പോൾ ഷിവാഖല്ല, ഇമാമത്ത്, തലമറക്കുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറച്ചിട്ടുണ്ട്. അപ്പോൾ തലമറക്കുന്നത് സുന്നത്താണോ? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വീക്ഷണമുള്ള ഒരു വിഷയമാണ്. ഇത് പ്രബലമായ വീക്ഷണം തലമറക്കുന്നത് ഇബാദത്തായ സുന്നത്തല്ല എന്നാണ്. ഇബാദത്തായ സുന്നത്തല്ല, ആദത്തായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലെ അറബികളുടെ വസ്ത്രമായിരുന്നു എന്ത്? തലമറക്കൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറച്ചിരുന്നു. മനസ്സിലായല്ലോ? എന്നാൽ അതേപോലെ തന്നെ പല വിഷയം, അതേപോലെ ഈ മുടി വളർത്തുന്ന വിഷയം, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം പലരും നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. തലമറക്കുന്ന സുന്നത്താണെന്ന് പറയും. ചില പള്ളികളിലേക്ക് ചില കൊട്ടകൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ചില ആൾക്കാർ ടവല് കെട്ടിയിട്ട് തലമറക്കുന്ന സുന്നത്താണ് പറഞ്ഞിട്ട് നിസ്കരിക്കും. അള്ളാഹു എന്താ പറഞ്ഞത്? ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമസ്കാര വേളയിൽ നിങ്ങൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കണമെന്നാണ്. ഒരാൾ ഒരു നാട്ട് പ്രമാണിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഈ ടവല് ഇങ്ങനെ കെട്ടി ഇവിടെ മുറുക്കെ കെട്ടിയിട്ട് അയാളെ കാണാൻ പോകും. അപ്പോൾ ശരിക്ക് സുന്നത്ത് എന്താണ്, സുന്നത്ത് ആദത്ത് എന്താണ്, സുന്നത്ത് ഇബാദത്ത് എന്താണെന്ന് നമുക്ക് ശരിക്ക് മനസ്സിലാക്കാത്തൊരു വിഷയമാണിത്. പറഞ്ഞു വരുന്നത് ഇവിടെ വൃത്തിയുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ വെള്ള വസ്ത്രം, ഈ വെള്ള വസ്ത്രം ധരിക്കുന്ന സുന്നത്താണോ? സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിങ്ങൾ ഇമാമത്ത് ധരിക്കണം, നിങ്ങൾ തല മറക്കണം, ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല. സഹീഹായ ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല. ഇമാമത്തിൻ്റെ ഫദ്ലുമായി ബന്ധപ്പെട്ട, ശ്രദ്ധിക്കണം, ഇമാമത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും ഒന്നുകിൽ ദുർബലമായ ഹദീസുകളാണ്, അല്ലെങ്കിൽ വ്യാജ ഹദീസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പലപ്പോഴും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നബിയുടെ സുന്നത്ത് പിൻപറ്റുന്ന ഇപ്പം സൗദി പണ്ഡിതന്മാർ ഉദാഹരണമായി പറയാട്ടോ, എന്തുകൊണ്ട് ഈ തട്ടം ധരിക്കുന്നു? അപ്പോൾ അവിടെയാണ് മറുപടി, ഇമാമത്ത് ധരിക്കുന്നതല്ല, ഇബാദത്തായ സുന്നത്തല്ല. ഒരു നാടിൻ്റെ ഒരു രീതി ആണ്, ജനങ്ങൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ ഷിമാഗ്. അപ്പോൾ
ആ ഷിമാഹ്, ആ ജനങ്ങളുടെ ആ നാട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അവരിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്, വിഭിന്നമായ ഒരു വസ്ത്രം ധരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പാലിക്കണമെന്നാണ്. ഒരു നാട്ടുകാരുടെ വസ്ത്രമാണ് നാം ധരിക്കേണ്ടത്, ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമല്ലെങ്കിൽ. ഇവിടെ ഷദീദു സവാദിശ്ശഅർ, നല്ല കറുത്ത മുടിയുള്ള മനുഷ്യൻ. എന്താ അതിൻ്റെ അർത്ഥം, സൂചന? ചെറുപ്പക്കാരനായിരുന്നു, യുവാവായിരുന്നു. ഇപ്പോൾ യുവാവിൻ്റെ രൂപത്തിലാണ് ആര് വന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. പണ്ഡിതന്മാർ പറയുന്നു, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇൽമ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏത് കാലമാണ്? യുവാവിൻ്റെ ആ പ്രായമാണ്. യുവത്വമാണ് ഇൽമ് പഠിക്കാൻ മനസ്സിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ആ സമയം. എന്നാൽ ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ആ യുവത്വം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അതിനുശേഷമാണ് ഇൽമ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായതെങ്കിലോ, അപ്പോൾ ഒരിക്കലും എനിക്ക് യുവത്വം നഷ്ടപ്പെട്ടു, ഇനി ഇൽമ് പഠിക്കാൻ പറ്റില്ല എന്നൊരു ഖേദം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് പൈശാചികമാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രം നാം പരിശോധിച്ച് നോക്കിയാൽ പല പണ്ഡിതന്മാരും പണ്ഡിതന്മാരായത് യുവത്വത്തിന് ശേഷം പഠിച്ചപ്പോഴാണ്. ഉദാഹരണമായിട്ട് ഇമാം സുലൈമുർ റാസി, അറിയപ്പെട്ട ഷാഫിഈ മദ്ഹബ് ഫഖീഹായിരുന്നു. 7 ഖിറാഅത്തിൽ വലിയ ഇമാമാണ്. കൂഫക്കാരുടെ നഹ്വിൻ്റെ ഏറ്റവും വലിയ ഇമാമിൽപ്പെട്ട ഒരു ഇമാമായിരുന്നു ഇമാം കിസായി. ഇമാം കിസായി 40 വയസ്സിന് ശേഷമാണ് അറിവ് പഠിച്ചത്. ഷെയ്ഖ് ഖാലിദ് അൽ അസ്ഹരിയ എന്ന നഹ്വിൻ്റെ കിതാബ് എഴുതിയ വലിയ നഹ്വിൻ്റെ പണ്ഡിതനായിരുന്നു. അദ്ദേഹം 36 വയസ്സിന് ശേഷമാണ് ഇൽമ് പഠിച്ചത്. അതേപോലെ തന്നെ അൽ ഇസ് ഇബ്നു അബ്ദുസ്സലാം, അദ്ദേഹം അറിയപ്പെട്ട ഷാഫിഈ ഫഖീഹായിരുന്നു. 40 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഇൽമ് പഠിച്ചത്. അങ്ങനെ പല പണ്ഡിതന്മാരും, അങ്ങനെ നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പക്കാർക്കാണ് കൂടുതൽ പഠിക്കാൻ സാധിക്കുക, മനസ്സിൽ നിൽക്കുക. പക്ഷേ അതിൻ്റെ അർത്ഥം ചെറുപ്പക്കാലം നഷ്ടപ്പെട്ട സഹോദരന്മാർക്ക് ഇൽമ് പഠിക്കാൻ സാധിക്കില്ല എന്നല്ല, മറിച്ച് അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഇൽമ് പഠിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഫജലസ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിൻ്റെ പൂർത്തീകരണം വായിക്കുകയാണ്. അങ്ങനെ നബിയുടെ അടുക്കിലേക്ക് ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, ഈ മുട്ടുകൾ ചാരി വെച്ചുകൊണ്ട് കൈ തുടയുടെ മേലെ വെച്ചുകൊണ്ട്, ബഹുമാനത്തിൻ്റെ ഇരുത്തമാണത്. അഥവാ ഒരു അധ്യാപകൻ്റെ മുന്നിൽ താഴ്മയോടെ ഇരിക്കണം വിദ്യാർത്ഥി എന്ന അർത്ഥമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ശരിക്ക് ഒരു ഷെയ്ഖിൻ്റെ മുന്നിൽ, ഒരു ഗുരുവിൻ്റെ മുന്നിൽ ഒരു വിദ്യാർത്ഥി അദബ് പാലിക്കണം, താഴ്മയോടെ സംസാരിക്കണം, താഴ്മയോടെ പെരുമാറണം. ചില വിദ്യാർത്ഥികൾക്കൊക്കെ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു യാഥാർത്ഥ്യമാണത്. ഒരു പക്ഷേ ഷെയ്ഖിന് അറിയാത്ത പല കാര്യങ്ങളും വിദ്യാർത്ഥിക്ക്, ഇതൊക്കെ മുമ്പ് പല പണ്ഡിതന്മാർ ഇമാമിങ്ങളൊക്കെ സൂചിപ്പിച്ച കാര്യമാണ്. ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കും, ഷെയ്ഖിന് അറിയൂല. ഇതൊക്കെ നമ്മുടെ ഷെയ്ഖുമാരിൽ നമ്മൾ കേട്ട് പഠിച്ച കാര്യമാണ്. ഒരിക്കൽ ഒരു ഷെയ്ഖ് പറയുകയുണ്ടായി, വിദ്യാർത്ഥി ഒരു മസല മാത്രം പഠിച്ച് അത് ഷെയ്ഖിന് മുന്നിൽ അവതരിപ്പിക്കും. ഒരു പക്ഷേ ഷെയ്ഖിന് ആ മസലയെക്കുറിച്ച് അറിയണമെന്നില്ല. പക്ഷേ ഈ പാവപ്പെട്ട ഈ വിദ്യാർത്ഥിക്ക് അറിയില്ല, ഷെയ്ഖിന് ഒരു 10,000 മസലകൾ തെളിവ് സഹിതം അറിയാം. ആ ഒരു മസലം ഒരു പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഇവിടെ ശരിക്കും മുതവാദി ആയിരിക്കണം ആര്? വിദ്യാർത്ഥി, പ്രത്യേകിച്ച് കിബാറുൽ ഉലമാൻ്റെ മുന്നിൽ. ഇമാം നവവി പറയുന്നു, വയംബഗി അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ പറയുന്നു, വയംബഗി അൻ യതവാദഅ ലിമുഅല്ലിമിഹി, മുഅല്ലിമിൻ്റെ മുന്നിൽ വിദ്യാർത്ഥി മുതവാദി ആയിരിക്കണം. വയതഅദ്ദബ മഅഹു, അതബോടെ പെരുമാറണം. വഇൻ കാന അസ്ഗറ മിൻഹു സിന്നൻ, ആ ഉസ്താദ് വിദ്യാർത്ഥിനേക്കാൾ ഒരു പക്ഷേ ചെറുതായിരിക്കും. അല്ലെങ്കിൽ അഖല്ല ശുഹ്റതൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥിയായിരിക്കും പ്രസിദ്ധനായ മനുഷ്യൻ, അധ്യാപകനെ കുറിച്ച് ആർക്കും അറിവുണ്ടാവില്ല. അല്ലെങ്കിൽ അഖല്ല ശുഹ്റതൻ വനസബൻ, അല്ലെങ്കിൽ കുലം, പാരമ്പര്യം, തറവാട് ഒരു പക്ഷേ വിദ്യാർത്ഥിക്കായിരിക്കും, തറവാടില്ലാത്ത ഒരു മനുഷ്യനായിരിക്കും ഒരു പക്ഷേ ഉസ്താദ്. വസലാഹൻ വഗൈരി ദാലിക്, അങ്ങനെ പല കാര്യങ്ങളും
ഇമാം പറയുന്നുണ്ട്. അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയുടെ തിൽമീദിൻ്റെ താലിബുൽ ഇൽമിൻ്റെ അദബാണ് നാം ഈ ഹദീസിൽ നിന്ന് ഇവിടെ പഠിക്കേണ്ടത്. വഖാല യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ കാര്യം ഹദീസ് പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് നിർത്താം. വഖാല യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. മുഹമ്മദ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതാണ്. നമുക്കറിയാം ഇസ്ലാമിൽ വിലക്കപ്പെട്ടൊരു കാര്യമാണ് മുഹമ്മദ് നബിയെ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത് യാ മുഹമ്മദ് പറയുന്നു. പണ്ഡിതന്മാർ പല വിശദീകരണങ്ങളും കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുന്നതിന് മുമ്പുള്ള സംഭവമായിരിക്കും, അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഈ വിലക്ക് മനുഷ്യന്മാർക്ക് മാത്രമാണ് ബാധകം, മലക്കുകൾക്ക് ബാധകമല്ല എന്നെല്ലാം നമുക്ക് വിശദീകരണം കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചത് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാ വ തുഅ്തിയസ് സക്കാ. അങ്ങനെ ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ, പഞ്ചസ്തംഭങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് സഹീഹുൽ ബുഖാരിയിലുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് നാം വായിച്ചു നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റൂല? ഹജ്ജ് കാണാൻ പറ്റൂല. ഒരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞല്ലോ റിവായത്ത് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു ഓരോ റാവിയും കേട്ട് പഠിച്ചത് എന്താണോ പഠിച്ചത് മനഃപ്പാഠമാക്കിയത് രേഖപ്പെടുത്തി റിവായത്ത് ചെയ്തു. ഇതവിടെ അമാനത്താണ്. അതായത് ഇപ്പം സഹാബത്തുകൾക്കിടയിൽ തന്നെ എന്തുണ്ടാവും? ഇപ്പോൾ ഒരു സഹാബി കേട്ടത് മറ്റൊരു സഹാബി കേട്ടിട്ടുണ്ടാവുകയില്ല. അതേപോലെ തന്നെ ഒരു റാവി ഒരു സഹാബിയിൽ നിന്ന് കേട്ടത് മറ്റേ റാവി കേൾക്കണമെന്നില്ല. അപ്പോൾ അതിന് ഈ റിവായത്തുകളിൽ ഏറ്റവും പ്രബലമായ റിവായത്തുകൾ ഉൾക്കൊള്ളുന്ന 2 ഗ്രന്ഥങ്ങളാകുന്നു സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും. ഈ ഹദീസിൽ ഏറ്റവും സമ്പൂർണ്ണമായ റിവായത്താകുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട ആ റിവായത്ത്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ആ റിവായത്തിന് മുൻഗണന നൽകാനുള്ള കാരണം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ 5 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു സദഖ്ത, താങ്കൾ സത്യം പറഞ്ഞു. ഫഅജബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖുഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾക്ക് അതിശയം തോന്നി അയാളുടെ കാര്യത്തിൽ. യസ്അലുഹു ചോദിക്കുന്നു, പ്രവാചകനോട് ചോദിക്കുന്നു, എന്നിട്ട് സത്യപ്പെടുത്തുന്നു. ഇതിലെന്താണ് അതിശയം തോന്നാനുള്ള കാരണം? യസ്അലുഹു വയുസദ്ദിഖുഹു. ഫഅജിബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖു. ചോദിക്കുന്നു, സത്യപ്പെടുത്തുന്നു. അപ്പോൾ ചോദിച്ചിട്ട് സത്യപ്പെടുത്തുന്ന നല്ല കാര്യമല്ലേ? എന്തെങ്കിലും ഒരു മനസ്സിൽ നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? അതെ, അതിൽ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന് നമുക്കിപ്പം മനസ്സിലായി. അതുകൊണ്ട് എന്തറിഞ്ഞു? ആദ്യം അറിഞ്ഞുകൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അതിശയപ്പെടാനുള്ള കാരണം? അതെ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ചോദ്യകർത്താവ് മലക്കാണെന്ന് ആർക്കറിയില്ല? ഉമറിന് അറിയില്ല, സഹാബത്തുകൾക്ക് അറിയില്ല. അപ്പോൾ സാധാരണ ഒരു കാര്യം ചോദിച്ചിട്ട് സത്യപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? അതിനെക്കുറിച്ച് ഒരു മുൻധാരണ, ഒരു അറിവ് മുമ്പേ വേണം. അപ്പോൾ 2 കാര്യങ്ങൾ തമ്മിൽ ബാഹ്യമായ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിപ്പോകും. സാധാരണ ചോദിക്കാറുള്ള ആരാണ്? ഒരു കാര്യത്തെക്കുറിച്ച് അജ്ഞതയുള്ള അറിവില്ലാത്ത ഒരു മനുഷ്യനാണ് ചോദിക്കുക. സത്യപ്പെടുത്തുന്ന ആരായിരിക്കും? ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള മനുഷ്യനായിരിക്കും താങ്കൾ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ടാണ് ഫഅജിബ്നാ ലഹു, ഇത് മലക്കാണ് വന്നത് എന്ന് ആർക്ക് അറിയില്ലായിരുന്നു? സഹാബത്തുകൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതാണ് യസ്അലുഹു വയുസദ്ദിഖുഹു എന്ന ആ ഇബാറത്തിൻ്റെ, ആ ഹദീഫിൻ്റെ ഭാഗത്തിൻ്റെ രഹസ്യം. അതിനുശേഷം ഖാല അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ കുറിച്ച് പറഞ്ഞതാണ്. ഖാല അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഇതിൻ്റെ പൂർണ്ണമായി നമ്മൾ വിശദീകരിച്ചതാണ് കഴിഞ്ഞ ക്ലാസ് അല്ലേ? അതായത് അൽ മർത്തബത്തു സാനിയ അൽ ഈമാൻ പഠിച്ചപ്പോൾ ഈ 6 കാര്യങ്ങൾ എന്താണ്? അള്ളാഹ് വിശ്വസിക്കുക, അതിൻ്റെ ഉദ്ദേശം എന്താണ്? മലക്കുകളിൽ വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഇതൊക്കെ നാം വിശദമായിട്ട് പഠിച്ചതാണ്. എന്നിട്ട് ഇഹ്സാനെ കുറിച്ച് ചോദിച്ചു. ഖാല അഖ്ബിർനി അനിൽ ഇഹ്സാൻ ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇതെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഖാല അഖ്ബിർനി അനിസ് സാഅ. അതിനുശേഷം ചോദിക്കുകയാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച്. ഖിയാമത്ത് നാളിനെ കുറിച്ച് പ്രയോഗിക്കുന്ന അറബി പദമാണിത് അസ്സാഅ.
അസ്സാഅ ഖാല അഖ്ബിർനി അനിസ്സാഅ ഖിയാമത്ത് നാളിനെ കുറിച്ച് എനിക്ക് പറഞ്ഞതാ. അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പറഞ്ഞതാ. ഖാല മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ അതായത് ചോദിക്കപ്പെട്ട ആൾ ചോദ്യകർത്താവിനേക്കാൾ അതിനെക്കുറിച്ച് അറിയുന്നവനല്ല. അപ്പോൾ ഇവിടെ എന്താണ് ഇതിന് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഖിയാമത്ത് നാളിനെ കുറിച്ച് അറിവില്ല. ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന ആ സമയത്തെക്കുറിച്ച് നബിക്ക് കൃത്യമായി അറിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇതൊക്കെ ഖുർആനിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചതാണ്. എന്നിട്ടും ചില ആൾക്കാർ വാദിക്കുന്നു നബിക്ക് ഖിയാമത്ത് നാളിനെ കുറിച്ച് അറിവുണ്ട്. മാത്രമല്ല ചിലർ ഉദ്ധരിച്ചതുപോലെ 7000 വർഷമാണ് ഈ ഭൂമി നിലനിൽക്കുക. 7000 വർഷം. അങ്ങനെ അവസാനത്തെ എന്താ പറയുക നൂറ്റാണ്ടിലാണ് അഥവാ 1000-ലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. സുയൂത്തി അൽ-ഹാവിൽ ഫതാവിൽ പറയുന്നു ഏതായാലും 1500 വർഷത്തിൽ കൂടുതൽ ഈ ഭൂമി നിലനിൽക്കൂല. 1500-ൽ കൂടുതൽ ഈ ദുനിയാവ് നിലനിൽക്കുക. അതിന് മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ ശരിക്കും ഈ ഹദീസിനും ഖുർആനൊക്കെ വിരുദ്ധമാണ്. മാത്രമല്ല ഇമാം ഇബ്നു കസീർ പോലെയുള്ള വലിയ വലിയ ഇമാമിങ്ങളൊക്കെ പറയുന്നു കുല്ലു ഹദീഫിൻ ഇമാം ഇബ്നു കസീർ അൻ-നിഹായ ഫിൽ ഫിതൻ വൽ മലാഹിം എന്ന കിതാബിൽ പറയുന്നു കുല്ലു ഹദീഫിൻ വറദ ഫീഹി തഹ്ദീദുൻ ലിവഖ്തി യൗമിൽ ഖിയാമത്തി അല അത്തഈൻ ലാ യസ്ബുതു ഇസ്നാദുഹു അതായത് ഖിയാമത്ത് നാൾ കൃത്യമായും ഈ ദിവസമാണ് സംഭവിക്കുക, അതായത് അതിൻ്റെ വർഷമൊക്കെ ധരിച്ചുകൊണ്ട് നിർണയിക്കുന്ന ഏതൊരു ഹദീസും അത് ലാ യസ്ബുതു ഇസ്നാദ്, അതിൻ്റെ ഇസ്നാദ് സ്ഥിരപ്പെട്ടതല്ല. ഇമാം സഖാവി ഇബ്നു ഹജർ അസ്ഖലാനി ശിഷ്യനാണ്. ഇമാം സഖാവി പറയുന്നു കുല്ലു മാ വറദ മിമ്മാ ഫീഹി തഹ്ദീദുൻ ലിവഖ്തി യൗമിൽ ഖിയാമത്തി അല അത്തഈൻ ഫഇമ്മാ അൻ യകൂന ലാ അസ്ല ലഹു ഒന്നുകിൽ അത് വ്യാജ ഹദീസായിരിക്കും ഔ ലാ യസ്ബുതു ഇസ്നാദുഹു അല്ലെങ്കിൽ ദുർബലമായ ഇസ്നാദുള്ള ഹദീസായിരിക്കും. അപ്പോൾ ഇതാണ് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇല്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലായി പ്രവാചകന്മാർക്ക് പോലും ഇൽമുൽ ഗൈബ് ഇല്ല. അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ ഒഴികെ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത് ഫഅഖ്ബിർനി അൻ അമാറാതിഹ അതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് താങ്കൾ പറഞ്ഞതാ. അപ്പോൾ എന്താ പറഞ്ഞത്? അൻതലിദൽ അമതു റബ്ബതഹ ഇതിൽ ചില അടയാളങ്ങൾ മാത്രമാണ് പറഞ്ഞത്. വേറെ പല ഹദീസുകളിലും ധാരാളം അടയാളങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് നമ്മുടെ പണ്ഡിതന്മാർ പ്രത്യേകം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അഷ്റാത്തുസ്സാഅ എന്ന തലക്കെട്ടിൽ ഷെയ്ഖ് യൂസുഫുൽ വാബിൽ എഴുതിയ ഒരു തീസിസാണ്. അത് വളരെ ഈ വിഷയത്തിൽ ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണ്. അൻ തലിദൽ അമതു റബ്ബതഹ യജമാനനെ അടിമ സ്ത്രീ പ്രസവിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് ഒരു അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുന്നത്? അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ആ അടിമ സ്ത്രീയുടെ യജമാനൻ ഇന്ന് ഒരു സന്താനം ഉണ്ടാകുന്നു. ആ സന്താനം എന്താകുന്നു? യജമാനനാണ്. കാരണം യജമാൻ്റെ മകൻ എന്തായിരിക്കും? സയ്യിദിൻ്റെ മകൻ സയ്യിദായിരിക്കും. മാത്രമല്ല ഫിഖ് പ്രകാരം ഈ അടിമയുടെ ഈ യജമാനൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അധികാരം ആരായിരിക്കും മാറും? മകനായി മാറും. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അൻ തലിദൽ അമതു റബ്ബതഹ എന്ന അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം ഇസ്ലാമിക ചരിത്രത്തിൽ നാം വായിച്ച ധാരാളം നാടുകളിൽ ഇസ്ലാം പ്രചരിച്ചുകൊണ്ട് ജിഹാദിൻ്റെ പതാക ഉയർന്ന ആ സാഹചര്യമാണ്, ആ ഇസ്ലാമിൻ്റെ സുവർണ്ണ കാലഘട്ടമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ബിഅ്സത്ത് തന്നെ ഖിയാമത്ത് നാളിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് അല്ലേ? അതിനുശേഷം ഇസ്ലാം ഈ ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടു.
യുദ്ധങ്ങൾ സംഭവിച്ചു. അങ്ങനെ യുദ്ധത്താൽ എന്ത് സംഭവിക്കും? അടിമ സ്ത്രീകൾ ഉണ്ടാകുന്നു. അതിലൂടെ യജമാനന്മാർക്ക് അവർക്ക് പല സന്താനങ്ങളും ഉണ്ടാകുന്നു. അതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേപോലെ വഅൻതറ അൽ ഹുഫാത അൽ ഉറാത അൽ ആല. അൽ ഹുഫാ എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാത്ത, അൽ ഉറാ നഗ്നരായ. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പൂർണ്ണമായും നഗ്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്, വസ്ത്രം സാധാരണ നിലക്ക് ഒരു മനുഷ്യൻ ഒരു വസ്ത്രം ധരിക്കാനുള്ള വസ്ത്രത്തിന് കഴിവില്ലാത്ത മനുഷ്യന്മാർ, അൽ ആല ദരിദ്രരായ മനുഷ്യന്മാർ. റിആ അശ്ശായി, റിആ എന്ന് പറഞ്ഞാൽ റാഇൻ്റെ ബഹുവചനമാണ് റിആ, അതായത് മേക്കുന്ന ആൾക്കാർ. ഏതിനെ? അശ്ശാ, ഷാത്തിൻ്റെ ബഹുവചനമാണ് അശ്ശാ, അതായത് ആടുകൾ. ആടുകൾ മേയ്ക്കുന്ന ഈ ദരിദ്രരായ, വസ്ത്രത്തിന് വകയില്ലാത്ത, ചെരുപ്പ് പോലും ധരിക്കാത്ത ഈ ദരിദ്രരായ വിഭാഗക്കാർ യതതാവലൂന ഫിൽ ബുനിയാൻ, ഉയർന്ന കെട്ടിടങ്ങൾ കെട്ടിപ്പടുക്കിക്കൊണ്ട് അവർ എന്താണ്, അവർ പൊങ്ങച്ചം കാണിക്കുന്നു. അതൊക്കെ ശരിക്ക് പിൽക്കാലങ്ങളിൽ നാം കണ്ട യാഥാർത്ഥ്യമാണ്. അറേബ്യൻ ഉപദ്വീപിലുള്ള ആട് മേയ്ക്കുന്ന ദരിദ്രരായ പാവപ്പെട്ട വിഭാഗക്കാർ ഈ കാലഘട്ടത്തിൽ വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ട് ധനികരായ ഒരു സാഹചര്യം. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. വേറെ ഒരു റിവായത്തിൽ സഹീഹുൽ ബുഖാരിയിൽ നാം പറഞ്ഞു, അബൂ ഹുറൈറൻ്റെയും ഉമറിൻ്റെയും റിവായത്ത് തമ്മിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ഒരു വ്യത്യാസമാണ് وإذا كان الحفاة العراة رؤوس الناس فذاك من أشراطها. അതായത് ഈ ഹുഫാത്തും ഉറാത്തും ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ നഗ്നരായ, ചെരുപ്പുകൾ ധരിക്കാൻ വകയില്ലാത്ത ഈ വിഭാഗക്കാർ ജനങ്ങളുടെ നേതൃത്വമായി കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാകുന്നു. എന്നിട്ട് ഈ ഹദീസ് പറയുന്നു, ഖാല ഫമദ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യകർത്താവ് വിട്ടുപിരിഞ്ഞു. ഫലബിസ്ന മലിയ, ദീർഘമായി നാം കാത്തിരുന്നു. ഫലബിസ്ന മലിയ. വേറെ റിവായത്തുകളിൽ സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരിയിലെ അല്ലാത്ത റിവായത്തുകളിൽ 3 ദിവസം കാത്തിരുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂ ഹുറൈറ റിവായത്ത് വായിച്ചു നോക്കിയേ കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഉടൻ തന്നെ, അതിന് ശേഷം തന്നെ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യങ്ങൾക്ക് ചോദിച്ചതിന് ശേഷം വിട്ടുപിരിഞ്ഞപ്പോൾ തന്നെ നബി വസല്ലം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാമോ ഇയാൾ ആരായിരുന്നുവെന്ന്? എന്നിട്ട് ജിബ്രീലാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഉമർ എന്നാണ് റിവായത്തിലോ, ഞങ്ങൾ ഒരു കൂടുതൽ സമയം കാത്തിരുന്നു, തങ്ങി എന്നാണ് പറഞ്ഞത്. 3 ദിവസങ്ങളെന്ന് വേറെ റിവായത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജംഅ് ചെയ്ത് പണ്ഡിതന്മാർ പറയുന്നു, ജംഅ് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു 3 ദിവസം കഴിഞ്ഞിട്ടാണ് നബി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്. നബി വസല്ലം ഉമറിനെ കാണുകയും പിന്നീട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം പിരിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ആര് പിരിഞ്ഞിട്ടുണ്ടാവും? ഉമർ റളിയല്ലാഹു അവിടുന്ന് പിരിഞ്ഞിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ പല സഹാബത്തുകളും പല കാര്യങ്ങളും നബിയോട് നേരിട്ട് ചോദിക്കുന്നത് എന്താണ്? ആ അദബ് പാലിച്ചുകൊണ്ട് തന്നെ അവർ ചോദിക്കാതിരിക്കാറുണ്ട്. അപ്പോൾ എന്താണ്? ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ കാര്യം, ആ വിവരം നൽകപ്പെട്ടത്. ഈ ഹദീസിൽ ഷെയ്ഖ് പറഞ്ഞ് ഉദ്ധരിച്ച റിവായത്ത് എന്താണ്? അഥവാ പദം, യാ ഉമറു അതദ്റൂന മനിസ്സായി, അതദ്റൂന മനിസ്സായി. ഇത് ശരിക്ക് 6 കുത്തുബുകളിലും ഈ ലഫ്ദ് കാണാൻ പറ്റില്ല. അതായത് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസായി, അതേപോലെ തന്നെ അബൂദാവൂദിലും ഒന്നും അതദ്റൂന മനിസ്സായി എന്ന് കാണാൻ പറ്റില്ല. മറിച്ച് എന്താണ്? ഇപ്പോൾ സഹീഹ് മുസ്ലിമിലേക്ക് ഉള്ള എന്താണ്? യാ ഉമർ അതദ്രി മനിസ്സായിൽ ഖുൽതു അല്ലാഹു വറസൂലു അഅലം ഖാല ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും. ഷെയ്ഖ് ഉദ്ധരിച്ച ഈ ലഫ്ദിനോട് ഏറ്റവും അടുത്ത ലഫ്ദ് ഇമാം ഇബ്നു ഹിബ്ബാനും ദാറഖുത്നിയും തബറാനിക്ക് റിപ്പോർട്ട് ചെയ്ത ലഫ്ദാകുന്നു, ഹൽ തദ്റൂന മൻ ഹാദാ, ഇയാൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശരി. അപ്പോൾ ഇതിന് ശേഷം മനസ്സിലാക്കേണ്ടത് ലഫ്ദുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകാനുള്ള പല കാര്യങ്ങളും ഞാൻ സൂചിപ്പിച്ചു അല്ലേ? റാവികൾ മനഃപ്പാഠമാക്കിയത് ഉദ്ധരിച്ചു. അതേപോലെ തന്നെ ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്.
അതായത് ഖുർആൻ പോലെ ആ ലഫ്ദ് തന്നെ 100% പാലിച്ചുകൊണ്ട് ഒരാൾ ലഫ്ദ് മനഃപ്പാഠമാക്കിയില്ല, പക്ഷേ അതിനെക്കുറിച്ച് അയാൾക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായും അറിയാം. അപ്പോൾ ആൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഹദീസ് ഉദ്ധരിക്കാൻ പറ്റും. പല നിബന്ധനകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് അറബിക്ക് ഭാഷ അറിയുന്ന ഒരു മനുഷ്യനായിരിക്കണമെന്ന്. അതായത് അറബി ഭാഷ അറിയാത്ത ഒരാൾ എനിക്ക് അർത്ഥം അറിയാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ വക ഒരു അറബിക്ക് കൂട്ടിച്ചേർത്തി കഴിഞ്ഞാൽ പല അറബിക്ക് ഗ്രാമറിനെയും വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ അർത്ഥം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും പാടില്ലാത്തതാകുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ പല കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിലൊന്നെന്താണ്? സഹാബത്തുകൾ, നമുക്കറിയാം ഈ ഉമ്മത്തിൽ നബി വസല്ലം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഉത്കൃഷ്ടരായ വലിയ ഔലിയാക്കളായിരുന്നു ആര്? സഹാബത്തുകൾ. സഹാബത്തുകളെക്കാൾ വലിയ ഔലിയാക്കളില്ലല്ലോ. ഇപ്പോൾ ഈ സൂഫിയാക്കൾ പറഞ്ഞത് പോലെ ഏറ്റവും വലിയ ഖുതുബുൽ അഖ്താബ് ആരാണ്? മുഹിദ്ദീൻ ഷെയ്ഖാണെന്ന്. എല്ലാ വലിയൻ്റെ കഴുത്തിന് മേലെ എൻ്റെ എന്താണ്? കാലാണെന്ന്. ഇതൊക്കെ ശരിക്ക് ഗുലൂവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അഫ്ദലു ഹാദിഹിൽ ഉമ്മ ബഅദ നബിയിഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ശേഷമാണ് ഉമർ. ഉമർ അടക്കം പറയുന്നു ഞങ്ങൾക്ക് ഇയാളെക്കുറിച്ച് അറിയുകയില്ല. അതദ്രി മനിസ്സാഹിൻ, ഈ ചോദ്യകർത്താവിനെ കുറിച്ച് താങ്കൾക്കറിയാമോ? എന്താ പറഞ്ഞത്? അല്ലാഹു വറസൂലു അഅലം, അള്ളാഹു റസൂലിനും കൂടുതൽ അറിയാം. അപ്പോഴാണ് പറഞ്ഞത് ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനക്കും. ഷെയ്ഖ് ഉദ്ധരിച്ച ലഫ്ദ് എന്താണ്? ഷെയ്ഖ് ഉദ്ധരിച്ച ലഫ്ദ് ഹാദാ ജിബ്രീലു അതാകും യുഅല്ലിമുക്കും അംറ ദീനിക്കും. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഈ ലഫ്ദ് കാണാൻ സാധിക്കുകയില്ല. ഇമാം തിർമിദിൻ്റെ സുനനിൽ അല്ലെങ്കിൽ ജാമിഇൽ ദാക ജിബ്രീലു അതാകും യുഅല്ലിമുക്കും അംറ ദീനിക്കും ഷെയ്ഖ് ഉദ്ധരിച്ച കൃത്യമായ ലഫ്ദ് മുസന്നഫ് ഇബ്നു അബി ഷൈബയിലും ഇമാം ആജുരിയുടെ അശ്ശരീഅയിലും ഉള്ളതാകുന്നു. എന്താണ്? അമ്രദീനിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതാക്കും യുഅല്ലിമുക്കും അമ്രദീനിക്കും, ദീൻ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ അതാക്കും യുഅല്ലിമുക്കും മആലിമ ദീനിക്കും, ദീനീ വിഷയങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. ഇതിനെന്താ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും ജിബ്രീലാണെന്ന് മനസ്സിലായത് പിന്നീടാണെന്ന് നമുക്ക് വേറെ റിവായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതും കൂടി നാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതായത് ഇമാം ഇബ്നു ഹിബ്ബാൻ്റെ സഹീഹിലും ദാറഖുത്നിയുടെ സുനനിലും സഹീഹായ ഇസ്നാദോടെ ഹൽ തദ്റൂന മൻ ഹാദ, ഇതിനു ശേഷം നബി ചോദിക്കുകയാണ് ഇയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹാദ ജിബ്രീലു അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നതാകുന്നു. ജിബ്രീലാണ്. ഖുദൂ അൻഹു, ഇമാം ഇബ്നു ഹിബ്ബാൻ്റെ റിവായത്തിന് പൂർത്തീകരണമാണ്. അയാളിൽ നിന്ന് നിങ്ങൾ പഠിക്കുവാൻ, അതായത് അയാൾ ഇപ്പോൾ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. എന്ത് മനസ്സിലായി? ജിബ്രീൽ അലൈഹിസ്സലാം ഹദീസ് നാം എല്ലാവരും പഠിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നബി അലൈഹി സ്വലാം കൽപ്പിച്ചതാണ്. നബി അലൈഹി സ്വലാം സഹാബത്തോട് നിർദ്ദേശിച്ചാണ് ഖുദൂ അൻഹു. എന്നിട്ട് പറയുന്നു വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണ് സത്യം, മാ ശുബ്ബിഹ അലയ്യ മുൻദു അതാനി ഖബ്ല മർറതി ഹാദിഹി, ഇതിനു മുമ്പ് എപ്പോഴെല്ലാം എൻ്റെ അടുക്കലേക്ക് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ടുണ്ടോ എനിക്ക് യാതൊരു അവ്യക്തതയും ഉണ്ടായിട്ടില്ല. ഖബ്ല മർറതി ഹാദിഹി, ഈ സമയം അല്ലാതെ. അതായത് ആ പ്രാവശ്യം നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ വേഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ നബിക്ക് പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ജിബ്രീലാണെന്ന്. എന്താ പറഞ്ഞ ഹദീസിൻ്റെ പൂർത്തീകരണം? വമാ അറഫ്തുഹു ഹത്താ വല്ല, ജിബ്രീൽ അലൈഹിസ്സലാം പോയപ്പോഴാണ് അത് ജിബ്രീലാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം വഹി നൽകപ്പെട്ടാൽ ആ കാര്യം അറിയാൻ സാധിക്കും. എന്താണ് അല്ല, അത് അറിയണമെന്നില്ല. ചോദ്യകർത്താവ്
ചോദ്യകർത്താവും ഈ വിഷയത്തിൽ അജ്ഞനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നാൽ ചോദിക്കപ്പെട്ട ആളും ഈ വിഷയത്തിൽ ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കുക എന്നുള്ള വിഷയത്തിൽ അജ്ഞനാണ്. അതുകൊണ്ട് നമ്മൾ ഇരുപേരും ഈ വിഷയത്തിൽ ഒരേ നിലവാരമുള്ളവരാണ് എന്ന അർത്ഥമാണ് ഇതിൽ നിന്ന് ലഭിക്കുക. അതെ. അപ്പോൾ ഒമാ അറഫ്തു ഹത്ത വല്ല, ആ മലക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്ന് നബി പറയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്ക് വളരെ ഓരോ ഹദീസിൻ്റെയും പൂർണ്ണമായ അർത്ഥം നമുക്ക് ലഭിക്കണമെങ്കിൽ പല റിവായത്തുകളും ഒരുമിച്ച് കൂട്ടണം എന്നാണ്. അത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു ഹദീസിൻ്റെ സിഹത്ത് പോലും മനസ്സിലാക്കണമെങ്കിൽ എല്ലാ അതിൻ്റെ റിവായത്തുകളും ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാകും. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ സൂഫിയാക്കൾ, നമ്മുടെ നാട്ടിലൊക്കെ സുന്നികൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം എന്താണ്? അതായത് ഔലിയാക്കളുടെ കറാമത്ത് ഒരു വലിയനെ എപ്പോഴാണ് തീരുമാനിക്കുന്നത്, വിചാരിക്കുന്നത്, അപ്പോഴൊക്കെ കറാമത്തായി ലഭിക്കും. അതുകൊണ്ടാണ് ഇസ്തിഗാസ വാദികൾ ഉന്നയിക്കാറുള്ള തെളിവ്, ഒരു ന്യായമാണിത്. അതായത് അള്ളാഹുവിൻ്റെ കറാമത്തുകൾക്ക് എന്തില്ല, അറ്റമില്ല. ഒരു വലിയ വിചാരിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം സാധിക്കണം എന്ന് വെച്ചാൽ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹു നൽകിയ കറാമത്തല്ലേ. എന്താണ് ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? ഇപ്പം അവർ അംഗീകരിക്കുന്ന ഇമാം നവവി പോലും ബുസ്താനുൽ ആരിഫ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഖുശൈരി ഉദ്ധരിച്ചുകൊണ്ട്, വഖദ് യഹ്സുലു ഇഖ്തിയാരിയതൻ വ ദുആഇയ, അതായത് കറാമത്ത് ഒന്നുകിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാം, അല്ലെങ്കിൽ ഇഖ്തിയാരിയ, അതായത് ആ വലിയ ഉദ്ദേശിക്കുന്ന രൂപത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു കൊടുക്കും. പക്ഷേ എപ്പോഴെല്ലാം ഒരു വലിയ ഉദ്ദേശിക്കുന്നുണ്ടോ, ഒരു വലിയ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടോ, വിചാരമുണ്ടോ, അപ്പോഴെല്ലാം ലഭിക്കണം എന്നില്ല. ഇമാം നവവി പറയുന്നു, വഖദ് തകൂനു ബിഗൈരി ഇഖ്തിയാരിഹി ഫീ ഗാലിബിൽ ഔഖാത്ത്, മിക്ക സമയങ്ങളിലും വലിയൻ്റെ ഇഷ്ടപ്രകാരമല്ല കറാമത്ത് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ശരിക്ക് അവരുടെ വിശ്വാസത്തിന് എതിരാണ്. അല്ലാഹു തആല യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും മരിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീന് ആഴത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മുവഹിദുകളായി മരിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. بارك الله فيكم وأحسن الله إليكم وجزاكم الله خيرا والسلام عليكم ورحمة الله وبركاته.